Hare Krishna. My humble pranams at the lotus feet of my Guru and my Lord. നമ്മൾ ഭഗവത്ഗീതയിൽ ചെറുതായിട്ട് ഓരോരോ ചാപ്റ്ററിൻ്റെ സാമാന്യ ജനങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ആത്മാവിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ഭഗവാൻ പറഞ്ഞത് കണ്ടു. പിന്നീട് നമ്മൾ കർമ്മത്തെക്കുറിച്ച് ഭഗവാൻ എങ്ങനെയാണ് നമ്മളോട് കർമ്മം ചെയ്യേണ്ടത്, അതായത് ആത്മാവിലെ സ്ഥിരത നേടാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയുമോ എന്ന് ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ്. അതായത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ശരീരത്തിൻ്റെ തലത്തിലാണ്, അല്ലെ മനസ്സിൻ്റെ തലത്തിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആത്മതലത്തിലേക്ക് എത്തി ഒരു സാക്ഷിഭാവത്തിൽ ഈ സർവ്വലോകങ്ങളും വ്യാപിച്ച ഒരു പരമാത്മാവിൻ്റെ പ്രതിരൂപം എന്ന രീതി ജീവിക്കുക, അല്ല ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠ നേടുക. ആത്മബോധം മിന്നി മഞ്ഞി മാഞ്ഞാലും സ്ഥിരമായി ആ ഒരു ഭാവത്തിലിരിക്കാൻ എളുപ്പമാണോ എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. അത് സാമാന്യ മനുഷ്യരുടെ ഉള്ളിലുണ്ടാകുന്നൊരു ചോദ്യമാണ്. കാരണം അത് എളുപ്പമായിട്ട് സിദ്ധിക്കുന്നതല്ല. അപ്പോൾ ഭഗവാൻ നിരതനായ അർജുനനോട് കർമ്മയോഗം തന്നെയാണ് ആദ്യം പറയുന്നത്. അതായത് സാമാന്യ ജനങ്ങളെല്ലാം അവരുടെ ഓരോരോ കർമ്മങ്ങളിൽ മുഴുകി കഴിയുകയാണ്. ഇപ്പോൾ ഒരാൾ വീട്ടമ്മയായിരിക്കാം, ഒരാൾ വീട്ടമ്മയും ടീച്ചറും ആയിരിക്കാം, ഒരാൾ ബിസിനസ്മാൻ ആയിരിക്കാം. ഇവർക്കൊക്കെ ഭഗവത്ഗീത എന്താണ് പറയുന്നതെന്നാണ് ഇനി കർമ്മയോഗത്തിലുള്ളത്. അർജുനൻ ഒരു സൈന്യാധിപനാണ്, ക്ഷത്രിയനാണ്, രാജ്യഭാരമുള്ളവനാണ്, രാജ്യത്തിന് വേണ്ടി പോരാടാൻ യുദ്ധഭൂമിയിൽ വന്ന ആളാണ്. അപ്പം നമ്മളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ യുദ്ധഭൂമിയിലാണ്. നമ്മളൊന്നും ജീവിതത്തിൽ സന്യാസം എന്ന പരമപാവനമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിരന്തരം ഈശ്വരസ്മരണയിൽ ജീവിച്ച് ആ യോഗ ഈശ്വരനുമായിട്ട് പരിപൂർണമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥയിലെത്താത്ത സാമാന്യ ജനങ്ങൾ, അതായത് ഓരോ ഡ്യൂട്ടിയിലിരിക്കുന്നവരെങ്ങനെയാണ് ഈ സ്ഥിതപ്രജ്ഞൻ എന്നൊരു അവസ്ഥയെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുമോ എന്നാണ് അർജുനൻ്റെ ചോദ്യം. ഇത് നമ്മുടെയും ചോദ്യമാണ് ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ വളരെ മനോഹരമായിട്ട് പറയുകയാണ് കഴിയും. അതായത് നീ എവിടെയാണോ, ഏത് കർമ്മമണ്ഡലത്തിലാണോ, അവിടെ നിന്നുകൊണ്ട് തന്നെ നിനക്ക് ഈശ്വരനിലേക്ക് ചുവട് വയ്ക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിലുള്ള മാർഗമാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഓരോ കർമ്മവും എൻ്റെ പൂജയായി നീ ചെയ്യും, എൻ്റെ പൂജയായി നിസ്വാർത്ഥമായി ചെയ്യും. അതായത് ബലത്തെ ആഗ്രഹിക്കാതെ ചെയ്യും. ഞാൻ ജോലിക്ക് പോകുന്ന ഒരാൾ ശമ്പളം മേടിക്കരുത് എന്നുള്ള ചിന്താഗതിയല്ല അവിടെ. ഈ പ്രവൃത്തി കൊണ്ട്, ഈ ജോലി കൊണ്ട്, ഞാൻ വീട്ടമ്മയാണെങ്കിലും ഞാൻ ടീച്ചറാണെങ്കിലും ബിസിനസ്മാൻ ആണെങ്കിലും ഞാൻ സർവേശ്വരനെയാണ് ആരാധിക്കുന്നത് എന്ന മനോഭാവത്തിൽ നീ ജോലി ചെയ്യുമോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിനക്ക് അവസാനം യോഗത്തിലെത്താൻ കഴിയും, ഭഗവാനെ ഒന്നായി ചേരാൻ കഴിയും അത്രേ. അപ്പോൾ ഇതിനൊരു കഥ ഓർക്കുകയാണ്, വളരെ പ്രശസ്തമായ, എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുള്ള കഥയായിരിക്കും, പക്ഷെ അതിവിടെ വളരെ പ്രസക്തമായതുകൊണ്ട് പറയുകയാണ്. ഒരിക്കലൊരു വഴിയാത്രക്കാരൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കെട്ടിടം പണിയുന്നിടത്ത് കുറേ തൊഴിലാളികൾ നിന്ന് പണിയുന്നത് കണ്ടു. അപ്പോൾ ഒരാളെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് വിയർത്ത് കുളിച്ച് വളരെ മുഖമൊക്കെ വളരെ മനസ്സ് കേട്ട് വിഷമിച്ച് ജോലി ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഈ വഴിയാത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ, ഞാനിവിടെ കല്ലും കട്ടയും വെച്ച് പണിയുകയാണ്. രാവിലെ തുടങ്ങിയതാണ്, ഇനി വൈകുന്നേരം വരെ ചെയ്താലേ എനിക്കൊരു ചെറിയ പൈസ കിട്ടുകയുള്ളൂ. അത് കിട്ടിയിട്ട് വേണം എനിക്ക് ഭക്ഷണവും വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെ. ഇത് സാമാന്യ ജനങ്ങൾ സ്വന്തം ജോലിയെക്കുറിച്ച്, അല്ലെ സ്വന്തം വർക്കിനെ കുറിച്ച് പറയുന്ന രീതിയാണ്. അപ്പോൾ രണ്ടാമത്തെ ആളെ നോക്കിയപ്പോൾ കുറച്ചുകൂടെ സ്വസ്ഥനാണ്, കുറച്ചുകൂടെ ആത്മവിശ്വാസവും ഉള്ള മുഖമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഇത് തന്നെ ചെയ്യുകയാണ്, ഈ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്, അതായത് കൺസ്ട്രക്ഷൻ വർക്കിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാധാരണ ജോലിക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു കെട്ടിടം പണിയുകയാണ് ഇവിടെ. ഈ കെട്ടിടം ഇപ്പോൾ ഇത്രയും ശതമാനം തീർന്നു, ഇനി ഞങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് ഈ കെട്ടിടം പണി കഴിയും. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അവിടെ നിത്യജീവിതത്തിൻ്റെ വിഷമങ്ങളെക്കാളേറെ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ളൊരു ബോധം അയാൾ
കുറച്ചുകൂടി ഊർജം പകർന്നിരുന്നു. വളരെ ഒരു ആവേശം ഉണ്ടായിരുന്നു. അത് അയാൾക്ക് കുറച്ചുകൂടി സംതൃപ്തി നൽകിയിരുന്നു. ഇനി മൂന്നാമതൊരാളെ കണ്ടപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് പാട്ടൊക്കെ പാടി കട്ടയൊക്കെ ചുമി ഇങ്ങനെ ഇടുന്നു. വളരെ ഉല്ലാസവാനായിട്ട്, മുഖത്ത് നല്ല തേജസ്സും ചിരിയും. അപ്പോൾ നമ്മുടെ യാത്രികൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വരും തലമുറകൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു ആരാധനാലയം ഉണ്ടാക്കുകയാണ് ഇവിടെ. ഞാൻ ആ പവിത്രമായ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര ഊർജമുണ്ടായത്. അതായത് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി, ആദ്യത്തെ ആളതിന് നിത്യവൃത്തിക്കെന്ന് കരുതിയപ്പോൾ, എനിക്കിത് ദുഷ്കരമായ പ്രവൃത്തി, എനിക്ക് വിരസത ഉണ്ടാക്കുന്ന പ്രവൃത്തി എന്ന് കരുതിയപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണവും അതിലൊക്കെ വളരെ വിഷമവും മാനസികമായിട്ടുള്ള അദ്ദേഹത്തെ തളർത്തിയിരുന്നു. രണ്ടാമത്തെ ആൾക്ക് കുറച്ചുകൂടെ ലക്ഷ്യബോധമുള്ളവരാണ്. നമ്മളങ്ങനെയുള്ളവരെ കാണാറുണ്ട്. ബിസിനസ്സിലൊക്കെ കാണുമ്പോൾ അവർ വളരെ, ഇപ്പോൾ ചില ടീച്ചർമാരുണ്ട്, കുട്ടികൾ ഇത്രയും പാസ്സാവണം, എൻ്റെ സ്റ്റുഡൻസ് നന്നായിട്ട്, അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഊർജ്ജവും സാറ്റിസ്ഫാക്ഷനുമാണ്. മൂന്നാമത്തെ ആളോ ഈശ്വര പൂജയായിട്ടാണ് ചെയ്തത്. ഇത് എങ്ങനെയാണിത് ലോകത്തിന് പ്രയോജനപ്പെടാൻ പോകുന്നത്? അവിടെ സ്വാർത്ഥത എന്ന് ഒന്നേ ഉണ്ടായിരുന്നില്ല. സ്വന്തം നിലനിൽപ്പിന് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. അവർ 3 പേരും വൈകുന്നേരം കൂലി വാങ്ങുന്നവരായിരിക്കാം. ഇതാണ് ഭഗവാൻ പറഞ്ഞ നിസ്വാർത്ഥത, അല്ലെങ്കിൽ ഫലം. ഇവിടെ ഫലം പവിത്രമായ ഒരു ഫലം, സ്വയം എനിക്കെന്ത് കിട്ടും എന്നുള്ളതിനേക്കാൾ ഈ പ്രവൃത്തി ലോകത്തിന്, വരും തലമുറകൾക്ക് എങ്ങനെ പ്രയോജനമാകും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ പോകുമ്പോൾ, ഞാനിത് പഠിച്ച് ഞാൻ നാളെ വലിയൊരാളാവും, ഞാൻ ഈ ലോകത്തെ സേവിക്കും, ഒരുപാട് പേരെ സഹായിക്കും, ഞാനിത് ഈശ്വരന് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു ഈശ്വര പൂജയായിട്ടാണ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ ഉദാത്തമായിട്ട് ചിന്തിച്ചു, മഹാത്മാക്കളുടെ ഒരു തലത്തിലൊക്കെ നോക്കുമ്പോൾ അമ്മയൊക്കെ ചെയ്യുന്നത്, ഓരോ അമ്മയൊക്കെ കൊച്ചുപ്രായത്തിൽ അത് കാണിച്ചു തന്നു എങ്ങനെയാണ് ഈശ്വര പൂജയായിട്ട് കർമ്മം ചെയ്യുന്നത്. അത് വലിയൊരു തലമാണ്. അതായത് ഓരോ ദിവസവും മുറ്റം തൂക്കുമ്പോഴും അതിൽ കണ്ണൻ നടന്നു വരുമെന്ന്, കണ്ണൻ്റെ കാൽപാദം പണിയുമെന്ന് അമ്മ കാത്തിരുന്നു. കണ്ണാ കണ്ണാ എന്ന് വിളിച്ചാണ് ജോലി ചെയ്തത്. കൃഷ്ണ കൃഷ്ണ എന്ന് അമ്മയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ എപ്പോഴും കണ്ണൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിന് ഉമ്മ വെച്ചു, ഭഗവാന്റെ നാമങ്ങൾ പാടി. ഇതാണ് യഥാർത്ഥ പൂജയായി കർമ്മം ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. അതായത് നിരന്തര സ്മരണയിലുള്ള ഈശ്വര കർമ്മം. അടുക്കളയിലാണെങ്കിൽ ഓരോ പാത്രം വയ്ക്കുമ്പോഴും കൃഷ്ണ നാരായണ, ഓരോ നാടി ചെയ്യുമ്പോഴും യജ്ഞം ചെയ്യുന്ന പോലെ. ഇതാണ് മഹാത്മാക്കൾ പറയുന്ന കർമ്മയോഗം. അതിലൂടെ ഈശ്വരൻ എന്ന മഹാസാന്നിധ്യത്തിലേക്ക്, ആ ബോധത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് ഉണരാൻ കഴിയും. അതിൻ്റെ ആദ്യത്തെ പടികളായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ 3 പേരെ മാതൃകയാക്കാം. ആദ്യത്തെ ആൾ നമ്മൾ രണ്ടാമത്തെ ആളിലേക്ക് വളരണം, ലക്ഷ്യബോധത്തിലേക്ക്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഫലം ലോകത്തിനെങ്ങനെ നൽകാമെന്ന നിസ്വാർത്ഥതയിലേക്ക് വളരണം. പിന്നീട് അവിടം കഴിയുമ്പോൾ നിരന്തര ഈശ്വര സ്മരണയിലൂടെ, നിരന്തര പ്രേമത്തിലൂടെ ഈശ്വരൻ്റെ പൂജയായിട്ട്. ഇപ്പം നമ്മളൊക്കെ ചില ദിവസം, മിക്കവാറും എല്ലാ ദിവസവും ആദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണം ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പൂജ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ, അല്ലെ ആ പാലുണ്ടാക്കുമ്പോൾ തന്നെ ഭഗവാന്റെ നൈവേദ്യം ക്ഷേത്രത്തിൽ ചെയ്യുന്ന പോലെ നമ്മൾ അതിന് പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന് ഭഗവാന് വയ്ക്കുന്നു, തുളസി കൊടുക്കുന്നു, തുളസി വെക്കുന്നു. അപ്പോൾ നമ്മുടെ ആ പ്രവൃത്തി ശരിക്കും പൂജയായി മാറുകയാണ്. മകനെ സ്കൂളിൽ അയക്കുമ്പോഴും ഭഗവാനെയാണ്, ഭഗവാന്റെ അല്ലെ ഭഗവാൻ തന്നെയാണ്, ഉണ്ണിക്കണ്ണൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് കുളിപ്പിക്കുമ്പോഴും ഒരുക്കുമ്പോഴും തൊട്ടുതൊടുമ്പോഴും ഇത് ഈ മാതൃക നമുക്ക് മനസ്സിലാക്കാനാണ് ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് ജനിച്ചതും ഇത്രയും ഭഗവാന്റെ രസമുള്ള ലീലകൾ നമ്മളോട് പറഞ്ഞു തന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന മഹാത്മാക്കളുടെ ജീവിതമാണ്. അത് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. ഏറ്റവും നമുക്ക് തോന്നും ആചരിക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നും, പക്ഷേ നമ്മുടെ മാതൃക അത് തന്നെ ആയിരിക്കണം. എന്നാലേ നമുക്ക് ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഇവിടെ നമ്മളോട് പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഭഗവാൻ പറയുന്നില്ല, മഹാത്മാക്കളും പറയുന്നില്ല. പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മനസ്സിനെ ഈശ്വരപാദത്തിൽ വയ്ക്കുക, എല്ലാം ആ തൃപ്പാദത്തിൽ വെച്ച് ആ സ്മരണയിൽ ഇഷ്ടദേവതയുടെ പൂജയായി ചെയ്യൂ. അപ്പോൾ മനസ്സിനുണ്ടാകുന്ന ആ ദിവ്യഭാവം
നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഈശ്വര തലത്തിലേക്ക് അല്ലെ യോഗത്തിലേക്ക് ഉയരും. നിരന്തരമായ സ്മരണയിലൂടെ പാല് കറക്കുമ്പോഴും പശുവിനെ നോക്കുമ്പോഴും വെണ്ണ എടുക്കുമ്പോഴും ഇത് തന്നെയാണ് ഗോപികളും കാണിച്ചു തന്നത്. ഭഗവാന്റെ നാമം ഉച്ചരിക്കാതെ അവരൊരു നിമിഷം പോലും നിന്നിരുന്നില്ല. അവരുടെ ഓരോ മുളക് പാത്രത്തിനും ഉപ്പ് പാത്രത്തിനും ഒക്കെ ഗോവിന്ദൻ എന്ന് നാരായണൻ, ഒരിക്കലും ഉപ്പെടുക്കുന്നു എന്ന് പറയില്ല, ഗോവിന്ദനെ എടുക്കുന്നു, നാരായണനെ എടുക്കുന്നു. അതുപോലെ ഗോപികൾ ഒരിക്കലും വീട് പൂട്ടുമായിരുന്നില്ല അത്ര. അതായത് കണ്ണൻ വന്ന് കയറി വരേണ്ടതല്ല വീട്. അപ്പോൾ ഇങ്ങനെ അവരുടെ ഓരോ ഭാവനയിലും ഭഗവാനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഒരു തപസ് തന്നെയായിരുന്നു. ആ ഒരു ജീവിതചര്യയിലൂടെ രീതിയിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഉള്ളിൽ ഈശ്വര ആത്മഭാവത്തിൻ്റെ അനുഭൂതി ഉണ്ടാവുമെന്നും പിന്നീട് നമുക്ക് ബാഹ്യമായ സുഖങ്ങളെക്കാളേറെ ആ ആത്മാനുഭൂതിയിൽ നമ്മുടെ മനസ്സുറച്ച് നമ്മളതിൽ കൂടുതൽ ലീനരായി ആത്മബോധത്തിൽ ഉറയ്ക്കുകയും ചെയ്യുമെന്നാണ് കർമ്മയോഗത്തിൽ ഭഗവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ അറിവ് നാവിൽ തന്ന ഗുരുവിനും ഭഗവാനും എൻ്റെ പ്രണാമങ്ങളോടെ ഞാൻ എൻ്റെ വാക്കുകളും എൻ്റെ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരിയേ നമഃ.